മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. നൂറുമേനിയുമായൊരു മാമ്പഴക്കാലം. ഒരു തെങ്ങ്, ഒരു പ്ലാവ്, ഒരു മാവ്, ഒരു പുളി, അരയാലൊരു വേപ്പൊരു നെല്ലിമരം. അത്രയങ്ങ് പോകാനൊന്നും ഇന്നധികം ആർക്കും ആവില്ല. ഒരു മനോരമ്യ ഭവനം, അത്ര വിശാലമല്ലെങ്കിലും വീട് വലം വെച്ച് ഒരു പൂന്തോട്ടം, ഇടയ്ക്കിത്തിരി പച്ചക്കറി. എന്നാലും വീട്ടുമുറ്റത്ത് 40 വർഷമായി സുഭിക്ഷ ഫലദായിനിയായിരുന്ന മാവ്. അതായിരുന്നു സുമതി ദണ്ഡപാണിയുടെ വിഷാദവും. കളയാനും വയ്യ, കളയാതിരിക്കാനും വയ്യ. സുമതി ദണ്ഡപാണിയുടെ ഓക്കെ കിട്ടാത്ത താമസം. ഒരു ശിരോമുണ്ടനം, പിന്നൊരു മുടിനടിയിൽ. മുടിയൊക്കെ പൊടിച്ചു, പക്ഷേ വർഷം 3-4 കഴിഞ്ഞിട്ടും ഫലം നാസ്തി. ബ്യൂട്ടീഷ്യൻ പറഞ്ഞു, ക്ഷമ കൈവിടാതിരിക്കുക. ഭർത്താവ് KP ദണ്ഡപാണി അഡ്വക്കേറ്റ് ജനറലാണ് ഇതിൻ്റെ പിന്നിലെന്ന് പഴിചാരിയിരുന്ന സുമതി ദണ്ഡപാണി മടിച്ചാണെങ്കിലും ഇന്ന് പറയും അദ്ദേഹമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെന്ന്. 16 ഇനം മാവുകളെയാണ് ഈ വൃക്ഷത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം അതിൽ 12 ഇനവും പൂത്തു, കായ്ച്ചു, തരക്കേടില്ലാത്ത ഫലവും നൽകി. നമ്മളിവിടെ നിൽക്കുന്ന ഈ വർഷ വിളവുകാല ഫലം കാണുന്നില്ലേ? ഈ സന്തോഷം പങ്കിടുന്നു ശ്രീമതി സുമതി ദണ്ഡപാണി. 1976 ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയത്. അപ്പോൾ വെച്ച ഒരു മൽഗോവ മാംഗോ ട്രീ വളരെ നന്നായിട്ട് മാൽഗോവ തന്നിരുന്നതായിരുന്നു. 40 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈൽഡ് വളരെ കുറഞ്ഞുപോയി. അപ്പോഴാണ് കൃഷി വകുപ്പിലെ മിസ്റ്റർ അഗസ്റ്റിനുമായി പരിചയപ്പെടാൻ ഇടയായത്. മിസ്റ്റർ അഗസ്റ്റിൻ ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് 16 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഈ ഒറ്റ ട്രീയിൽ നിന്ന് ഉണ്ടാക്കി തരാമെന്ന്, ഈ മാവിനെ ഒരു കൊച്ചു സുന്ദരിയാക്കി തരാമെന്ന്, 20 വയസ്സുകാരിയാക്കി തരാമെന്നും പറഞ്ഞു. അത് അപ്പടി വിശ്വസിക്കുവാൻ ആദ്യം ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു. പക്ഷേ ഗ്രാഫ്റ്റിംഗ് തുടങ്ങി ഒരു 5 വർഷത്തോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിൽ ഒന്നും കിട്ടാതായപ്പോൾ ഇനീഷ്യലി വളരെ നിരാശയുണ്ടായിരുന്നു. ഈ 5 വർഷത്തിൽ എപ്പോഴും വന്ന് മോണിറ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരുന്നു. ആ ഇൻസ്ട്രക്ഷൻ കൃത്യമായി പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ 16 വെറൈറ്റി മാംഗോസ് ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഏകദേശം 12 എണ്ണം കായ്ച്ചു തുടങ്ങി. ഈ വർഷം അതിൻ്റെ ഈൽഡ് വളരെ അധികമായിട്ടുണ്ട്. 40 വയസ്സുകാരി ഇപ്പോൾ ഒരു 20 വയസ്സുകാരിയുടെ ചുറുചുറുക്കോടെ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോയ് ആദ്യം ഈ മിസ്റ്റർ അഗസ്റ്റിൻ വരുമ്പോൾ പറയും, ഓ മാംഗോ ഡോക്ടർ വരുന്നതെന്ന്. ഇപ്പം മാംഗോ ഡോക്ടറുടെ കൈപുണ്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊന്നും പരീക്ഷിക്കാമെന്ന് ഞാൻ വളരെ ശക്തിയായി അഭിപ്രായപ്പെടുന്നു. ഇതിൽ എത്ര ഇനം മാങ്ങകളാണുള്ളതെന്ന് കാണൂ. ഇനി ഞാൻ ഞങ്ങളുടെ മാവിലുണ്ടായ പലതരം മാങ്ങകൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മദർ ട്രീയിലെ മൽഗോവ. അനദർ വെറൈറ്റി ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് അൽഫോൻസ. ഇതാണ് ഏറ്റവും അറ്റത്തെ കമ്പിലുണ്ടായിട്ടുള്ള മുണ്ടപ്പ, സുന്ദരിയായ ബ്ലാക്ക് ആൻഡ് റോസ്. ഇത് പഴുത്തു വരുമ്പോൾ വളരെ മനോഹരമാണ് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും വളരെ രുചിയുള്ള മാങ്ങയാണ്. ഇത് ഏറ്റവും
മധുരമുള്ള കാലാപ്പാടി വളരെ വളരെ രുചിയുള്ള ഒരു വെറൈറ്റിയാണിത്. അധികം കേൾക്കാത്ത വേറൊരു വെറൈറ്റിയാണിത് കോട്ടയപ്പറമ്പൻ. ഇതിനുള്ളൊരു പ്രത്യേകത, കൊല്ലത്തിൽ 4 പ്രാവശ്യം കായ്ക്കും. ഈവൻ കർക്കിടകത്തിൽ കൂടി മാങ്ങ കിട്ടുന്ന ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള വെറൈറ്റിയാണിത്. എല്ലാ വീട്ടമ്മമാർക്കും വളരെ പരിചിതമായ ചന്ദ്രക്കാരൻ. നമ്മൾ ഇത് വെച്ചാണ് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും മാങ്ങപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇമായുദ്ദീനും നീലാരി പസന്തും നമ്മളധികം മാർക്കറ്റിൽ കാണാത്ത ഒരു വെറൈറ്റിയാണ്. അതും ഈ മാവിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. അതിനു പുറമെ മല്ലികയും നീലവും കായ്ച്ചു വരണം. അങ്ങനെ 16 വെറൈറ്റിയിൽ 13 ഓൾറെഡി ഞങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പുറകിൽ മിസ്റ്റർ അഗസ്റ്റിന് പുറമെ ഒരു വലിയ കൃഷിക്കാരനുണ്ട്. അത് വേറെ ആരുമല്ല, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജ് മിസ്റ്റർ ദണ്ഡപാണി. അങ്ങോർക്ക് ഇങ്ങനെയുള്ള പല എക്സ്പെരിമെൻറ്റ്സും കാണിക്കുന്നതിൽ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞങ്ങൾ മിസ്റ്റർ അഗസ്റ്റിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാംഗോ ഡോക്ടറുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ബലം വളരെ വളരെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്യൂട്ടീഷ്യൻ ഈ വൃദ്ധമാവിനെ സർവ്വസുഗന്ധിയാക്കിയിരിക്കുന്നു, സർവ്വരുചിദാതാവുമാക്കിയിരിക്കുന്നു. വീടിൻ്റെ കൊച്ചുവളപ്പിൽ അവൾ ഒരു രാജകുമാരി. ഉള്ള അറിവ് ലോകത്തിനാകെ ഗുണം ചെയ്യാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ച് വിജയിച്ച ഒരു ട്രീ ബ്യൂട്ടീഷ്യനെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഇത് PM അഗസ്റ്റിൻ, മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. ഒരു 5 വർഷം മുമ്പ് ദണ്ഡപാണി സാർ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വീട്ടിൽ മുറ്റത്തൊരു മാവുണ്ട്, അത് കായൊക്കെ വളരെ കുറവാണ്, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വന്ന് കണ്ടപ്പം നല്ല വെയിലൊക്കെയുള്ള പ്രദേശമാണ്, ഇവനെ ഒന്ന് ചെറുതാക്കണമെന്ന് പറഞ്ഞ് എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഈ മാവിനെ എല്ലാ കമ്പും വെട്ടി ചെറുതാക്കി ഒന്ന് ആ കട്ടൻറ്റിലൊക്കെ ബോർഡോ പേസ്റ്റും ഒക്കെ തേച്ച് ഉഷാറാക്കി ഇവിടെ നിർത്തി. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലെല്ലാം മുള വന്നു. ആ മുളയിൽ ഓരോ കമ്പയിലും ഓരോ ഇനം വെച്ച് ഞങ്ങളൊരു 16 ഇനം ഇതിൽ പിടിപ്പിച്ചു. അതിൽ 2 ഇനം ഇവിടെ വെട്ടി കളയേണ്ടി വന്നു. അവിടെ സ്വല്പം കൺസ്ട്രക്ഷൻ വന്നപ്പോൾ അത് വെട്ടി കളയേണ്ടി വന്നു, കുളമ്പും കിയോയും. ബാക്കി ഇനങ്ങൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പം നീലാരി പസന്ത് ഫ്ലവർ ചെയ്തു. 4-ാം വർഷമായപ്പോഴത്തേനും ഒരു 8-10 ഇനം ഫ്ലവർ ചെയ്തു. ഈ വർഷം 5-ാം വർഷമായപ്പോഴത്തേനും ഒരു 10-11 ഇനത്തോളം കായ്ച്ചു. ഇത് വളരുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഒരു 3 ഇനവും കൂടി ഇതിൽ കായ്ക്കാനുണ്ട്. മല്ലിക, നീലം, പിന്നെ ഒരു കണ്ണിമാങ്ങയുണ്ട്, ചെറിയ ഇനം, അതും ഇനി കായ്ക്കാനുണ്ട്. ബാക്കി ഇനം അടുത്ത വർഷത്തേന് കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. വേണ്ടുന്ന ആ പ്രൂണിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയും ഭാര്യ സുമതി ദണ്ഡപാണിയും എദൃച്ഛയാപ്പെട്ടതല്ല ഈ വഴിയിൽ. പ്രകൃതി സ്നേഹം, വിശ്വാസം, കർമാർപ്പണം, ശുഭചിന്ത ഒക്കെ വേണം. അവർക്ക് പ്രചോദനമായ ഒരു ദീർഘദർശിയുടെ വഴിയെ കുറച്ചുകൂടി സഞ്ചരിക്കാം. അന്യന്റെ പുരയിടത്തിലേക്ക് ചായാതെ സ്വന്തം ടെറസിന് മുകളിലേക്ക് ചായച്ചു വളർത്തിയിരിക്കുന്ന ഗ്രാഫ്റ്റ് ശാഖകൾ. 60 വർഷത്തോളം പ്രായമുള്ള ഗുണനിലവാരമില്ലാത്ത ഒരു മാവിനെ വെട്ടിച്ചെറുതാക്കി 15 ഇനങ്ങളെയാണ് ഇവിടെ ഒരു കുടുംബമാക്കിയിട്ടുള്ളത്. ഇത് പരേതനായ ക്യാപ്റ്റൻ ജോർജ് വർഗീസിന്റെ മാവ്. മരം കയറാനാവാത്ത കുഞ്ഞുങ്ങൾക്ക് അണ്ണാറക്കണ്ണനാവണോ? ചുവട്ടിൽ നിന്ന് കടിച്ചു തിന്ന് മാവണ്ടിയെ മരത്തിന് തന്നെ കൊടുക്കാം. ഇനി പൊക്കമുള്ള വൃക്ഷമായി പോയോ? പേടിക്കണ്ട.
ടെറസിന് മുകളിലേക്ക് ചാഞ്ഞു വളരാൻ തക്കവണ്ണം ഗ്രാഫ്റ്റുകളെ ക്രമീകരിക്കാമല്ലോ. നമുക്കെപ്പോൾ മാങ്ങ വേണം അതൊക്കെ. അതാണ് ഈ മാന്ത്രിക വിദ്യാ മഹത്വം. ഇത് നിലവാരം കുറഞ്ഞ മാങ്ങ കായ്ക്കുന്ന ഒരു മാവായിരുന്നു. അപ്പം ഇതിൽ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ മാങ്ങ പറിക്കാൻ ഉള്ള സൗകര്യം ടെറസിൻ്റെ മുകളിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടും ഞങ്ങൾ ഈ മാവിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൽ ഒരു 10-15 വെറൈറ്റീസ് ഒട്ടിച്ച് പിടിപ്പിച്ചു. ഇതിൽ ഓരോ ബ്രാഞ്ചുകളും ഓരോ ഇനങ്ങളാണ്. ഒരെണ്ണം വേറൊരെണ്ണത്തിനെ കവർ ചെയ്യാതെ എല്ലാം സെപ്പറേറ്റായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ഏതെങ്കിലും വെറൈറ്റിക്ക് വളർച്ച വരുവാണെങ്കിൽ അത് പ്രൂൺ ചെയ്ത് ഞങ്ങൾ ചെറുതാക്കി വിടുകയും ചെയ്യും. ഇതിപ്പം മല്ലികയാണ്, നീലനും ദശേരിയും ആയിട്ടുള്ള സങ്കരമാണ്. വലിയ മാങ്ങയാണ്, 1 കിലോയോളം മാങ്ങ സൈസ് വരും. നല്ല ടേസ്റ്റാണ്. മാങ്ങായിട്ട് വളരെ കുറവാണ് എൻ്റെ പ്രത്യേകത. ഈ വെറൈറ്റി കോട്ടയപ്പറമ്പനാണ്. ഇത് തൃശ്ശൂരിൻ്റെ ഒരു സ്പെഷ്യൽ ഇനമെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ വലിയ പ്രത്യേകത ഒരു വർഷം 4 തവണ വരെ ഇത് കായ്ക്കുന്നുണ്ട്. ഈവൻ കർക്കിടക മാസത്തിൽ വരെയും ഇത് പൂത്ത് മാങ്ങ ഉണ്ടാകാറുണ്ട്. ഈ മാങ്ങയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പർപ്പസിനും കണ്ണിമാങ്ങ മുതൽ ഇതിന് ഉപയോഗിക്കാൻ കൊള്ളാം. മാമ്പഴ പുളിശ്ശേരിക്കാണെങ്കിലും ശരി, മാമ്പഴത്തിനും കൊള്ളും. അതുപോലെ പിക്കിളിനും കറി വയ്ക്കാനും എല്ലാ പർപ്പസിനും ഇത് കൊള്ളാവുന്നതാണ്. എല്ലാ വർഷവും കായ്ക്കും, ഏത് കണ്ടീഷനിലും കായ്ക്കും. ഈവൻ കർക്കിടക മാസത്തിൽ വരെ മാങ്ങ ഉണ്ടാകും. ഇത് നീലാരി പസന്ത് എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഒരു റെഗുലർ ബെയറാണ്. പഴത്തിന് വേണ്ടി വളരെ യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു ഇനമാണ്. വലിയ കേടുക ഒന്നും വരികയില്ല. റെഗുലർ ബെയറുമാണ്. ഇതിപ്പം ഒട്ടിച്ചിട്ട് 4 മാസമായി. ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ടത് പിടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ടെറസിൽ തന്നെ കൈകൊണ്ട് പറിക്കുകയും ചെയ്യാം. എന്നാൽ ടെറസിൽ യാതൊരു ശല്യം ഇതിനുണ്ടാകുകയില്ല. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേനും ഇത് ധാരാളമായിട്ട് മാങ്ങ കായ്ച്ചോളും. ഇത് കേരളത്തിൽ ധാരാളമായിട്ട് എല്ലാ വർഷവും കായ്ക്കുന്ന വളരെ മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. കാലപ്പാടി എന്നാണ് പേര്. റെഗുലറായിട്ട് കായ്ച്ചോളും. ഇതിന് വലിയ ഇലഭാരമില്ല. അപ്പം ഇത് ചിലപ്പോൾ മുകൾ ഭാഗത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ലൈറ്റ് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോരും. നല്ല മാങ്ങയാണ്. പുഴിശല്യം ഒന്നും സാധാരണ ഉണ്ടാകില്ല. ഇതിൽ പിന്നെ ഞങ്ങളൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നീറിനെയും കൂടെ ഇതിൽ കയറ്റിവിടുന്നൊരു ശീലമുണ്ട്. നീറിൻ്റെ സാന്നിധ്യത്തിൽ കായീച്ചയുടെ ശല്യം വളരെ കുറവായിരിക്കും. ഈവൻ പച്ചക്കറിയിലും അങ്ങനെ ഒരു ശീലമുണ്ട്. കൈപ്പയിലൊക്കെ പടവലത്തേലുമൊക്കെ ഓരോ നീറിൻ്റെ കൂട് അതുവാക്കിയല്ല. അതുവായെന്നാൽ ഒരു ശല്യമുണ്ട്. അത് ഇവിടെ കാണിച്ചു തരാം. ഇത് സ്വല്പം കൂടിപ്പോയി, കൂട്ടിലായത് കാരണം മില്ലിമൂട്ട ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം മില്ലിമൂട്ട നീറിൻ്റെ ഒരു പശുവാണ്. അതേസമയം ആ മില്ലിമൂട്ട ഈ മാങ്ങയെന്ന് നീര് വലിച്ച് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രഷ് കൊണ്ട് സ്വല്പം സോപ്പ് കൊണ്ടാണേലും ശരി അവനെ വാഷ് ചെയ്ത് കളയാം. ബ്രഷ് സ്വല്പം ബാർ സോപ്പിൽ മുക്കിയിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളുകയും ചെയ്യും. അതേസമയം മറ്റ് ശല്യങ്ങളുണ്ടാകുകയില്ല. നമുക്ക് കൈ എത്തുന്ന പരുവത്തിലായതുകൊണ്ട് ഇതൊന്നൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഈ കാലപ്പാടി മാങ്ങ പറിക്കുന്ന സ്റ്റേജ് കാണണേലും അറിയാം. ആ ഞെട്ടിയുടെ ഭാഗം ഒന്ന് തടിച്ച് കുഴിഞ്ഞിങ്ങനെ വരും, ഒരു ചെറിയ കളർ മാറ്റവും വരും. ആ സ്റ്റേജ് ആകുമ്പോഴാണ് അത് പറിക്കാനും പറ്റിയ പരുവാകുന്നത്. അണ്ണാൻ കടിച്ച ആ മാങ്ങ കാണാമല്ലോ, അത് മുണ്ടപ്പയാണ്. അത് അണ്ണാൻ പഴുത്ത് തുടങ്ങുന്ന മാങ്ങകളെ അവൻ ഇങ്ങനെ വന്ന് കാരണവൻ തിന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ബാക്കിൽ കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു റെഗുലർ ബെയറാണ്. ഈ മുണ്ടപ്പയിൽ തന്നെ 2 ഇനമുണ്ട്. വെള്ള മുണ്ടപ്പയുണ്ട്, കറുത്ത മുണ്ടപ്പയുണ്ട്. നല്ല സ്വീറ്റാണ്, നല്ല വെറൈറ്റിയാണ്. റെഗുലർ ബെയറുമാണ്. ഹൈബ്രിഡ് 157 ആണ്. നല്ല സ്വീറ്റ് മാങ്ങയാണ്. ഒരു 3/4 കിലോ ഒക്കെ വെയിറ്റ് വരും. റെഗുലർ ബെയറുമാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യൂസ് ഇമ്പി കുടിക്കുന്നൊരു ഇനമാണ് ചന്ദ്രകാരൻ. ഇത് മാമ്പഴ പുളിശ്ശേരിക്കും ഇമ്പി കുടിക്കാൻ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഇതാണിപ്പം. ഇന്നിപ്പം കേരളത്തിൽ ഇതിന് 250 രൂപ വരെയും എറണാകുളം മാർക്കറ്റിൽ ഇതിന് വില കിട്ടുന്നുണ്ട് പഴത്തിന്. ഇത് IHRൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അർക്ക പുനീത് അൽഫോൻസ ഇൻറ്റു ബെങ്കനപ്പള്ളി. ഇതൊരു റെഗുലർ ബെയറാണ്. നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഹാർവെസ്റ്റ് ചെയ്യാറായ
ആ ഹൈബ്രിഡ് മാങ്ങയാണ്. ആ ഞെട്ടിയുടെ അവിടെ ഒന്ന് തടിച്ച് കുഴിഞ്ഞ് വരുന്നു. അപ്പം നന്നായിട്ട് വിളഞ്ഞ മാങ്ങ ഹാർവെസ്റ്റ് ചെയ്യുമ്പം ചൊന പോലും വരില്ല. ഇതൊരു 3/4 കിലോ വരെ വരും. റെഗുലർ ബെയറുമാണ് ഈ ഇനം. ഈ മാവിൽ 15 വെറൈറ്റി മാങ്ങ ഈ വർഷം കായ്ച്ചു. അതിൽ ഇപ്പം ഇവിടെ കാണാം, ആദ്യം മാങ്ങ പറിച്ച മല്ലിക തന്നെയാണ്. അതിലിപ്പോൾ ഈ കൊല ഇങ്ങനെ ഉണങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ കൊലകൾ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്ന ചെട്ടികൾ, ഇതെല്ലാം പ്രൂൺ ചെയ്ത് ഈ എല്ലാ മാങ്ങായും തീർന്നു കഴിയുമ്പം ഈ ഇരുട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ആകെ ഒരു വെളിച്ചം കടത്തുന്ന രീതിയിലും, പിന്നെ ഇങ്ങനെ കൊലയുടെ അടിയിൽ വെച്ച് തന്നെ മുറിച്ച് ഇവനെ ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലും വല്ല പൊട്ടി ഒലിക്കുകയോ ഉണക്കോ വല്ലതും ബാധിച്ചിട്ടുണ്ട് അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഒരു കോപ്പർ ഫംജിസൈഡ് സ്പ്രേ ചെയ്യും. കോപ്പർ ഹൈഡ്രോക്സൈഡ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലുള്ള തോതിൽ ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്തെ ഡൈബാക്ക് ഒന്നും ഉണ്ടാകുകയില്ല. ഇതിൽ നിലത്ത് മുട്ടിയിട്ടുള്ള ബ്രാഞ്ചസും എല്ലാം കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞാൽ പുതിയ തളിര് വന്നു കഴിഞ്ഞ് അതിന് 6 മാസം ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ അതെല്ലാം വീണ്ടും ഫ്ലവർ ചെയ്യും. അപ്പോൾ ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴത്തേനും റെഗുലറായിട്ട് അവൻ ഫ്ലവർ ചെയ്യുകയും ചെയ്തോളും. ഇതിൽ 15 ഇനം മാങ്ങ ഇപ്പം ഇതിലുണ്ട്. ഇതിൽ ആ ഇലയുടെ വലിപ്പവും അതിൻ്റെ ഷേപ്പും അനുസരിച്ച് മിക്കവാറും വെറൈറ്റികൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുമ്പോൾ നാരോ ലീഫുള്ളതും ഇനങ്ങളാണ് കൂടുതലും പിടിപ്പിക്കുന്നത്. കാരണം ഉള്ളിലേക്ക് വെളിച്ചം കടന്നു വരാൻ വേണ്ടി. അപ്പം ഡൈബാക്കും പൊതുവെ കുറവായിരിക്കും. ഇത് ബാബു പനയ്ക്കൽ ദീപ ദമ്പതികളുടെയും 9ാം ക്ലാസ് കഴിഞ്ഞ മകൻ മെൽവിൻ്റെയും പ്രിയ തേന്മാവ്. നാസിക് പസന്താണ് മാതൃവൃക്ഷ ഇനം. കായ്ഫലം തീരെ കുറവ്. പുഴുശല്യക്കുറവുള്ളതും സർവകാല ഫലദവുമായ കൊളമ്പും കോട്ടപ്പറമ്പനും ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നു. ഈ മദർ പ്ലാന്റ് ഒരു നാസിക് പസന്ത് എന്ന് പറയുന്ന ഇനമാണ്. എല്ലാ വർഷവും കായ്ക്കും. ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. ആ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഞെട്ടി തടിച്ചിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇതിൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആ മാങ്ങയിലെല്ലാം കായ്ച്ചയുടെ ശല്യം എല്ലാ വർഷവും ഉണ്ടാകും. അതിലാണ് ഞങ്ങൾ 2 പുതിയ ഇനം കൊടുത്തിരിക്കുന്ന പുഴിശല്യം ഒന്നും ഉണ്ടാകാത്തതും റെഗുലർ ബെയറുമായ കോട്ടപ്പറമ്പനും കൊളമ്പും. പിന്നെ ഇതിൽ ഈ പ്രദേശത്ത് വെയിലുള്ളതുകൊണ്ട് ഈ വശത്തേക്കൊരു 5-6 വെറൈറ്റി വേണമെങ്കിൽ ഈ വശത്ത് തന്നെ നമുക്കിനി കൊടുക്കാൻ സാധിക്കും. ചാൻസ് ഉണ്ട്. ഒരു മാവിൽ ഉണ്ടെങ്കിൽ ഒരു 8-10 ഇനം മാങ്ങ പിടിപ്പിക്കാനായിട്ട് ലാൻഡ് വേസ്റ്റ് ആക്കാതെ കൈകൊണ്ട് പറിക്കാവുന്ന രീതിയിൽ നമുക്കിത് പിടിപ്പിച്ച് കായ്പ്പിക്കാൻ സാധിക്കും. ഇതിൽ ഓരോ ഇലയും ഇപ്പോൾ നാസിക് പസന്റിൻ്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. ചെറിയ ഇലയാണ്, പക്ഷേ ഒരുപാട് തിങ്ങി ഉണ്ടാകും. അപ്പോൾ അതിൽ വെളിച്ചം കടത്തി കൊടുത്തില്ലെങ്കിൽ അതിന് കേട് കൂടുന്നുണ്ട്. അതേസമയം കുളമ്പ് മാങ്ങയുടെ ഇല വീതിയുണ്ട്, അതേസമയം വെളിച്ചം ഉള്ളിൽ കിടക്കുന്നുണ്ട്. കോട്ടപ്പറമ്പിൻ്റെ ഇല ഒന്നുകൂടെ നീളത്തിലുള്ളതാണ്. അങ്ങനെ ഓരോ മാവിൻ്റെ ഇല കണ്ടും നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. യൂക്കോ ബാങ്ക് ഉദ്യോഗസ്ഥൻ അലോഷ്യസ് വട്ടക്കാവുങ്കലിൻ്റെ നീലം മാതൃവൃക്ഷത്തിൽ കുളമ്പ്, മല്ലിക, കോട്ടപ്പറമ്പൻ ഇവയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത്. ഇത് അലോഷ്യസ് വട്ടക്കാവുങ്കലിൻ്റെ നീലമ്മാവാണ്. ഈ നീലമ്മാവ് ധാരാളം ആയിട്ട് കായ്ച്ചിട്ടുണ്ട്, നല്ല സ്പ്രെഡ് ചെയ്ത്. ഇവർക്ക് കുളമ്പ് മാങ്ങ വളരെ ഇഷ്ടമാണ്. അത് കാരണം ഇതിൽ 2 ഇനം ഈ മാവേൽ തന്നെ കുളമ്പ് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മല്ലിക പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം കായ്ക്കുന്നൊരു കോട്ടപ്പറമ്പൻ മാവും പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം 4 വർഷത്തോളമായി. ഇതിപ്പം കഴിഞ്ഞ വർഷം ഓരോന്ന് കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ ഈ വർഷം കുറച്ചുകൂടെ മാങ്ങയുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴത്തേനും ധാരാളമാകും. ഇനിയിപ്പോൾ ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാവിനെ ഒന്നുകൂടെ പ്രൂൺ ചെയ്ത് ഉയരത്തിലേക്ക് പോയതൊക്കെ കളഞ്ഞൊന്ന് വെളിച്ചം കടത്തി കൊടുക്കും. എന്നുവെച്ചാൽ കൊലയുടെ
തൊട്ട് താഴെ വെച്ച് മുറിച്ചും കൊടുക്കും. അത് കഴിയുമ്പം നല്ല ഭംഗിയായിട്ട് അടുത്ത വർഷം ധാരാളമായിട്ട് കായും കിട്ടും. ഈ മാങ്ങയ്ക്ക് പൊതുവേ പുഴുവൊന്നും ഉണ്ടാകാറില്ല, നല്ല സ്വീറ്റാണ്. എല്ലാ പർപ്പസിനും കറിക്കും കടുമാങ്ങയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കുളമ്പ് മാങ്ങ. നീലൻ പൊതുവേ സ്വല്പം ലേറ്റാണ്, റെയിനി സീസണിലാണ്. എന്നാലും പലതവണ കുറേശ്ശെ മാങ്ങ എപ്പോഴും ഇപ്പം ഓൾറെഡി കുറച്ച് നീലം മാങ്ങ പറിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ധാരാളം ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്തും ഒരു ഒക്ടോബർ വരെയൊക്കെ ഇതിൽ മാങ്ങ ലഭിക്കും നീലനേൽ. 15 വർഷമായി കായ്ക്കാത്ത വാഴൂർ മാവ്. മണ്ണുത്തിയിലെ ചൊവ്വള്ളൂർ ഹൗസിൽ തോമസ് സ്റ്റാർ അതിനെ കൈവിടിഞ്ഞില്ല. 6 ഇനം മാവുകളെയാണ് വാഴൂർ മാവിൻ ശിരസിന് തോമസ് സ്റ്റാർ അലങ്കാരമാക്കിച്ചത്. കോട്ടപ്പറമ്പൻ, കൊളമ്പ്, കാലപ്പാടി, നീലാരി പസന്ത്, ബ്ലാക്ക് ആൻഡ് റോസ്, കിയോ കുഞ്ഞൻ. കാലപ്പാടി കൊമ്പിൽ കായും വന്നു കഴിഞ്ഞു. ഈ മാവ് ചാവക്കാടിൻ്റെ ഒരു തനി കുള്ളൻ മാവാണ്, വള്ളൂരെന്ന് പറയും. ഇത് 15 വർഷം പ്രായമായി. സാധാരണ ഇത് നേരത്തെ കായ്ക്കുന്നതാണ്, ഇവിടെ ഇതുവരെയും കായ്ച്ചിട്ടില്ല മാവ്. അതുകൊണ്ട് ഇതിലൊരു 5 ഇനം മാവ് വേറെ ഞങ്ങൾ പിടിപ്പിച്ചു കൊടുത്തു. ഇതിലിപ്പം ഫസ്റ്റ് റെഗുലറായിട്ട് കായ്ക്കുന്ന കോട്ടയപ്പറമ്പൻ, കൊളമ്പ്, കാലപ്പാടി, നീലാരി പസന്ത്, ബ്ലാക്ക് ആൻഡ് റോസ്, പിന്നെ ഒരു കുഞ്ഞൻ മാവ് കിയോ എന്ന് പറയുന്നത്. ഇത് ഈ കുഞ്ഞൻ മാവ് മാത്രം ജസ്റ്റ് മുളച്ചിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി ബ്രാഞ്ചസ് കളഞ്ഞിട്ട് അവനെ വടിയും വെച്ച് കെട്ടി അവിടെ നിർത്തും. ബാക്കി 5 ഇനവും വടി വെച്ച് കെട്ടി നിർത്തി. അതിൽ കാലപ്പാടി മാത്രം ഇപ്പം ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു 4 മാസം കൊണ്ട്. ഇനി അതും ഇപ്പം നുള്ളിക്കളയും. ഇത് അടുത്ത 1 വർഷം കൂടെ കഴിഞ്ഞ് ഒരു സ്പ്രെഡ് ചെയ്ത് വന്ന് ഒരു ആ വടിയും അഴിച്ച് കളഞ്ഞ് തന്നെ നിൽക്കാൻ പ്രായമാകുമ്പോഴേ ഉള്ളൂ, കെൽപ്പ് ആരോഗ്യം വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ മാങ്ങ പിടിപ്പിക്കുകയുള്ളൂ. അതുവരെ വരുന്ന പൂക്കളെല്ലാം നുള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഒരു കൈവണ്ണമെങ്കിലും വന്നു കഴിഞ്ഞാൽ മാങ്ങ അനുവദിക്കും. ഇപ്പോഴത്തെ ലക്ഷണം കൊണ്ട് അടുത്ത വർഷം കൊണ്ട് ഒരു കൈവണ്ണമാകുന്ന ലക്ഷണമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വടി അഴിച്ച് കളഞ്ഞിട്ട് മാങ്ങ കായ്ക്കാൻ സമ്മതിക്കും. മാമ്പഴക്കാലം എത്തും മുമ്പേ തന്നെ കമ്പോളങ്ങളിലും പാതയോരങ്ങളിലും മഞ്ഞയും ചുമപ്പും ഓറഞ്ചും വർണ്ണങ്ങളിൽ കണ്ണിന് കുളിർമയേകി നമ്മെ മാടി വിളിക്കുന്ന ഈ മാമ്പഴ കൂമ്പാരങ്ങൾ. കണ്ണേ മടങ്ങുക, നമുക്കും പോകാം ഈ കർമ്മവിശാരദരുടെ പിന്നാലെ. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PM അഗസ്റ്റി. ഫോൺ 9446356580.